നമസ്കാരം KMCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. All 140 assembly constituencies of Kerala shall also go for polling on 9th April, that is Thursday, and counting shall be on the same date, that is 4th May 2026. സംസ്ഥാനം തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. ഏപ്രിൽ 9-ന് ജനം വിധിയെഴുതും. വോട്ടെണ്ണൽ മെയ് 4-ന്. പാർട്ടി വിട്ട ജി സുധാകരനെതിരെ ബഹുജന പ്രക്ഷോഭവുമായി CPM. പറവൂരിൽ ബഹുജന റാലിയും പൊതുസമ്മേളനവും. അമ്പലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥിയെക്കുറിച്ച് നിലപാട് വ്യക്തമാക്കാതെ KC വേണുഗോപാൽ. എല്ലാം മാധ്യമങ്ങളോട് പറയാൻ കഴിയില്ലെന്ന് KC. പാചകവാതക ക്ഷാമത്തെ തുടർന്ന് ഹോട്ടൽ വ്യവസായം പ്രതിസന്ധിയിൽ. ചേർത്തലയിൽ 15ഓളം ഹോട്ടലുകൾ അടച്ചു. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചു. ഏപ്രിൽ 9-ന് നടക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ മെയ് 4 വരെ കാത്തിരിക്കേണ്ടി വരും. All 126 assembly constituencies for Assam, the polling shall be just in one phase, and the polling shall take place on 9th of April, Thursday, 2026. The counting shall be on 4th of May. All 140 assembly constituencies of Kerala shall also go for polling on 9th April, that is Thursday, and counting shall be on the same day, that is 4th May 2026. ഏപ്രിൽ അവസാനം തിരഞ്ഞെടുപ്പ് പ്രതീക്ഷിച്ചിരുന്ന കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികളെയും മുന്നണികളെയും ഞെട്ടിച്ചുകൊണ്ടാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത്. ഏപ്രിൽ 9-ന് അസമിനൊപ്പം തന്നെ ഒറ്റഘട്ടമായാണ് സംസ്ഥാനത്തും തിരഞ്ഞെടുപ്പ് നടക്കുക. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി മാർച്ച് 23 കൂടി ആയതോടെ മുന്നണികൾക്ക് ഇനി ഒരുക്കങ്ങൾക്കോ സ്ഥാനാർത്ഥി സംബന്ധിച്ച തർക്കങ്ങൾക്കോ ഒട്ടും തന്നെ സമയം ലഭിക്കില്ല. ഫലമറിയാൻ മെയ് 4 വരെ കാത്തിരിക്കേണ്ടി വരും. ആലപ്പുഴ പറവൂരിൽ ജി സുധാകരനെതിരെ ബഹുജന പ്രക്ഷോഭവുമായി CPIM. ആയിരക്കണക്കിന് വരുന്ന പാർട്ടി പ്രവർത്തകരാണ് പ്രകടനത്തിലും പൊതുസമ്മേളനത്തിലും അണിനിരന്നത്. പാർട്ടി അംഗത്വം ഉപേക്ഷിച്ച് അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ച ജി സുധാകരന് താക്കീതുമായാണ് CPM ശക്തി പ്രകടനം സംഘടിപ്പിച്ചത്. VS-ന്റെ സ്മരണ നിറഞ്ഞ വേലിക്കകത്ത് വീടിന് മുന്നിൽ നിന്നും വൈകിട്ട് ആരംഭിച്ച പ്രകടനം സുധാകരന്റെ വീടിന് 200 മീറ്ററോളം അകലെയുള്ള പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ മൈതാനത്താണ് സമാപിച്ചത്. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPM ജില്ലാ സെക്രട്ടറി R നാസർ ഉദ്ഘാടനം ചെയ്തു. പാർലമെന്ററി വ്യാമോഹത്തിന് അടിപ്പെട്ടാണ് ജി സുധാകരൻ പാർട്ടി വിട്ടതെന്ന് R നാസർ പറഞ്ഞു. ഈ 80 വയസ്സ് വരെ ഈ പാർട്ടിയുടെ എല്ലാ ആനുകൂല്യങ്ങളും നേടി ഈ രൂപത്തിൽ മന്ത്രിയായിട്ടൊക്കെ പ്രവർത്തിച്ച ആള് ഈ 80-ാമത്തെ വയസ്സിൽ ഇപ്പോൾ പാർട്ടി സ്ഥാനാർത്ഥിയെ വെല്ലുവിളിച്ചുകൊണ്ട് മത്സരിക്കാൻ വരികയാണ്. എന്താ ചെയ്യണ്ടേ? കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹം കുറേ പരിപാടികളിൽ പങ്കെടുത്തു. ഏതെല്ലാം പരിപാടികളിലാണ് പങ്കെടുത്തത്? CPIയുടെ ഒരു യോഗത്തിൽ പോയി. CPIയുടെ ഒരു യോഗത്തിൽ പോയി സംസാരിച്ചു. ആരെക്കുറിച്ച് സംസാരിച്ചത്? പാർട്ടിയുടെ ഒരു ജില്ലാ സെക്രട്ടറിയായും സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായും MLA-യുമായും ഈ ജില്ലയിൽ പ്രവർത്തിച്ച സഖാവ് V കേശവനെ കുറിച്ച് എന്താ യോഗത്തിൽ പ്രസംഗിച്ചത്? ആ ഒറ്റ പ്രസംഗത്തിൽ നടപടി കളയണ്ടല്ലേ? നടപടിക്കണ്ടേ? ഇങ്ങനെ എത്ര KPCC സംഘടിപ്പിച്ച സാംസ്കാരിക സമിതിയുടെ യോഗത്തിൽ പോയി പ്രസംഗിച്ചില്ലേ? അവിടെ പോയി എന്താ പ്രസംഗിച്ചേ? അവിടെ പോയി പ്രതിപക്ഷ നേതാവ് VD സതീശനെയും എല്ലാവരെയും പുകഴ്ത്തി അവിടെ പ്രസംഗിച്ചില്ലേ? അപ്പോൾ ഇത് കുറേ നാളായി തുടങ്ങിയതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിനെ ആക്രമിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം തുടങ്ങിയതാണ്. രക്തസാക്ഷിയായ സഹോദരൻ ഭുവനേശ്വരനെ തള്ളിപ്പറഞ്ഞ ജി സുധാകരൻ പാർട്ടി അംഗത്വം പുതുക്കാതിരുന്നത് നന്നായെന്നും അല്ലെങ്കിൽ പുറത്താക്കാനുള്ള നിയോഗം തനിക്ക് വന്നേനെയെന്നും നാസർ കൂട്ടിച്ചേർത്തു. അമ്പലപ്പുഴ നിയോജകമണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കാതെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. എല്ലാ കാര്യങ്ങളും മാധ്യമങ്ങളോട് പറയാൻ കഴിയില്ലെന്നായിരുന്നു KCയുടെ പ്രതികരണം.
നമുക്ക് അത് രാജ്യം അറിയാമായിരുന്നല്ലോ. ഇന്നലെ നമ്മളെ പ്രധാനമന്ത്രിയുടെ ടൂർ അവസാനിച്ചു, ഇന്ന് പ്രഖ്യാപിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പം അങ്ങനെയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് ഇതിപ്പോൾ ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, കഴിഞ്ഞ കുറേ നാളായിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ അറിയാം. തെരഞ്ഞെടുപ്പുകളുടെ തീയതി അറിയാൻ ഇപ്പോൾ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഇലക്ഷൻ ടൂർ അവസാനിക്കുന്നത് പ്രഖ്യാപനമായിട്ട്. അത് കഴിഞ്ഞാൽ എപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും ഇലക്ഷൻ പ്രഖ്യാപിക്കാം. ഇന്നലെ അത് കഴിഞ്ഞു. ബംഗാളിലും ആസാമിലും ഇന്ന് പ്രഖ്യാപനം. സമ്പൂർണ്ണ സജ്ജം. നേരത്തെ പ്രഖ്യാപിക്കുന്നതാണ് ഞങ്ങൾ ധരിച്ചത്, അതനുസരിച്ച് ഞങ്ങൾ തയ്യാറായിരുന്നു. പക്ഷേ ഇത് നീട്ടി കൊണ്ടുപോകുന്നതുകൊണ്ടാണ് കുറേ ആൾക്ക് മാനിഫെസ്റ്റോ ഓരോ ദിവസം ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കാൻ പറ്റുന്നത്. അല്ല, കൃത്യമായിട്ട് പ്ലാനിങ്ങോടുകൂടി, പരിപാടിയോടുകൂടി, കൃത്യമായ കാഴ്ചപ്പാട് കൂടിയിട്ടാണ് UDF മുന്നോട്ട് പോകുന്നത്. അത് തിരഞ്ഞെടുപ്പ് ഏത് ദിവസം പ്രഖ്യാപിച്ചാലും ഞങ്ങൾ സജ്ജമാണ്. സ്ഥാനാർത്ഥി പട്ടികകൾ അന്തിമഘട്ടത്തിലാണ്. നമ്മുടെ സ്ഥാനാർത്ഥി പട്ടികകളുടെ ചർച്ചകളെല്ലാം തന്നെ പല ഘട്ടങ്ങളിലായി പല തട്ടുകളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ദിവസങ്ങൾക്കകം തീരുമാനിക്കും. അല്ല, UDFന് അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥി ഉണ്ടാകുന്നൊരു ചോദ്യം എന്താ ഇപ്പം അങ്ങനെ വന്നത്? അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളിൽ പാർട്ടി തീരുമാനമെടുക്കുന്നത് പാർട്ടിയുടെ അന്തിമമായിട്ടുള്ള കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതിയാണ്. അതിൻ്റെ മുമ്പ് ഇപ്പം ഞങ്ങളുടെ മുമ്പിൽ അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയുണ്ട്. ഇപ്പം ഞങ്ങളുടെ മുമ്പിലുണ്ട്. അല്ല, അതിപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ജ്യോത്സ്യം വശമില്ല. എന്താണ് നാളെ സംഭവിക്കാൻ പോകുന്നുള്ളത് അറിയാൻ അവരോട് ചോദിച്ചാലേ പറ്റുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥയിൽ അമ്പലപ്പുഴയിൽ UDFന് സ്ഥാനാർത്ഥിയുണ്ട്. അല്ല, ഇപ്പോഴത്തെ അവസ്ഥയിൽ അമ്പലപ്പുഴയിൽ UDFന് അമ്പലപ്പുഴ ഞങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള, ഏറ്റവും പ്രാധാന്യമുള്ള, ആദ്യം വിജയിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. തിരഞ്ഞെടുപ്പിലത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയാൻ നോക്കിയാൽ പിന്നെ ഞങ്ങൾക്ക് എന്താ വെച്ചിരിക്കുന്നത് ബാക്കി? അതുണ്ടോ? അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൽ UDFന് സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. എന്നാൽ ആ കാര്യത്തിലെ എല്ലാ വിവരങ്ങളും മാധ്യമങ്ങളോട് പറയാൻ കഴിയില്ലെന്നും KC വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള UDFന്റെ സ്ഥാനാർത്ഥി പട്ടിക അന്തിമഘട്ടത്തിലാണെന്നും പ്രധാനമന്ത്രിയുടെ ടൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഇലക്ഷൻ പ്രഖ്യാപനം ഉറപ്പിച്ചിരുന്നുവെന്നും KC വേണുഗോപാൽ പറഞ്ഞു. CPM വിട്ട മുൻ മന്ത്രി G സുധാകരനെതിരെ BJP. ചെങ്ങന്നൂരിലെ BJP മുന്നേറ്റം മന്ത്രി സജി ചെറിയാന്റെ സഹായത്തോടെയാണെന്ന സുധാകരന്റെ പരാമർശത്തിന് മറുപടിയുമായി BJP സംസ്ഥാന സെക്രട്ടറി MV ഗോപകുമാറാണ് രംഗത്തെത്തിയത്. NDAയുടെ പ്രവർത്തകർ നടത്തിയ ശക്തമായ പ്രവർത്തനത്തിന്റെ ഫലമാണ് ചെങ്ങന്നൂരിലെ വിജയം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം BJP ഭരണത്തിലുണ്ടായിരുന്ന 3 പഞ്ചായത്തുകളിൽ ജനവിധി അട്ടിമറിച്ചുകൊണ്ട് CPMും കോൺഗ്രസും ചേർന്ന് സഖ്യമുണ്ടാക്കി ഭരണം പിടിച്ചിരുന്നുവെന്നും G സുധാകരന്റെ പ്രസ്താവനയിൽ പ്രതികരിച്ചുകൊണ്ട് MV ഗോപകുമാർ പറഞ്ഞു. BJP ചെങ്ങന്നൂരിൽ വിജയം നേടിയത് സജി ചെറിയാന്റെയോ CPMന്റെയോ ഔദാര്യം കൊണ്ടല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPMും കോൺഗ്രസും ചേർന്ന് അവിശുദ്ധമായ സഖ്യമുണ്ടാക്കി BJPയെ പരാജയപ്പെടുത്താൻ എല്ലാ പരിശ്രമവും നടത്തിയിരുന്നു. പക്ഷേ BJPയുടെ പ്രവർത്തകർ ഒറ്റക്കെട്ടായി ശക്തമായി ഈ 2 മുന്നണികളെയും പരാജയപ്പെടുത്തിയാണ് ചെങ്ങന്നൂരിൽ 5 പഞ്ചായത്തുകൾ അധികാരം നേടിയിട്ടുള്ളത്. മറ്റെല്ലാ പഞ്ചായത്തിലും BJP പ്രതിപക്ഷമായതും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ കാലങ്ങളിലും BJPയുടെ ഉജ്ജ്വലമായ വിജയം നേടിയിട്ടുള്ള ഒരു മണ്ഡലമാണ് ചെങ്ങന്നൂർ. അതുകൊണ്ട് G സുധാകരന്റെ പ്രസ്താവന അടിസ്ഥാനരഹിതമാണ്. അദ്ദേഹം പറയേണ്ടത് തീവ്രവാദികൾക്ക് ഒത്താശ ചെയ്യുന്ന CPM നേതാക്കന്മാർക്കെതിരെയാണ്. അതാണ് CPMന്റെ പതനത്തിന്റെ യഥാർത്ഥ കാരണം എന്ന് പൊതുസമൂഹത്തോട് പറയാൻ അദ്ദേഹം തയ്യാറാണ്. തീവ്രവാദികൾക്ക് ആലപ്പുഴ ജില്ലയിലാകെ വളവും വെള്ളവും നൽകി വളർത്തിയ CPMന് എതിരെയുള്ള ജനവിധി കൂടിയായിരുന്നു BJPയുടെ വിജയമെന്നും ഗോപകുമാർ കൂട്ടിച്ചേർത്തു. പാചകവാതക ക്ഷാമത്തെ തുടർന്ന് ഹോട്ടൽ വ്യവസായ മേഖല സ്തംഭനത്തിലേക്ക്. ചേർത്തല നഗരത്തിൽ വുഡ്ലാൻഡ്സ് അടക്കമുള്ള 15ഓളം ഹോട്ടലുകളാണ് പ്രതിസന്ധിയെ തുടർന്ന് അടച്ചത്. രാജ്യമാകെ തുടരുന്ന LPG ക്ഷാമം ചേർത്തലയിലെ ഹോട്ടൽ മേഖലയിലും ഗുരുതരമായ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ചേർത്തലയിലെ മുൻനിര ഭക്ഷണശാലകളായ ഓപ്പൺ റെസ്റ്റോറന്റ്, വുഡ്ലാൻഡ്സ് ഹോട്ടൽ അടക്കമുള്ള 15ഓളം ഹോട്ടലുകളാണ് പാചകവാതക ക്ഷാമത്തെ തുടർന്ന് അടച്ചിട്ടിരിക്കുന്നത്. ഒരു 7 ദിവസമായിട്ട് ഗ്യാസ് കിട്ടാണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത് എൻ്റെ പണിക്കാരൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇപ്പോൾ പൊറോട്ടയും അപ്പം പിടിയപ്പോൾ അവിടെ ഉണ്ടാക്കും, കറികൾ ഉണ്ടാക്കി വിടുന്നു. വരുന്ന കസ്റ്റമർ ഒന്നുമില്ലെന്ന് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്തു പോകണം. വളരെ ബുദ്ധിമുട്ടിയാണ് കാര്യങ്ങൾ. ഇന്നോ നാളെയോ റെഡിയാവുന്ന രീതിയിലാണ്. 5 പണിക്കാർക്ക് ലീവ് കൊടുത്തിട്ടിരിക്കുകയാണ്. അവരുടെ കുടുംബം പട്ടിണിയാണ്. എത്രയും പെട്ടെന്ന് റെഡിയായില്ലെങ്കിൽ മുന്നോട്ട് ഓടിച്ചു പോകാൻ വളരെ ബുദ്ധിമുട്ടാകും.
ഞാൻ മാത്രമല്ല എല്ലാം ഞങ്ങൾ ഡീൽ താമസിക്കുന്ന എല്ലാ ഹോട്ടലുകാരും ഇങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തുറന്നിരിക്കുന്ന ഹോട്ടലുകളിൽ പലയിടത്തും ഗ്യാസിന് പകരം വിറക് ഉപയോഗിച്ചാണ് പാചകം ചെയ്യുന്നത്. അതിനാൽ തന്നെ വിഭവങ്ങളുടെ എണ്ണത്തിലും കുറവ് വരുത്തേണ്ടി വന്നിട്ടുണ്ടെന്നും ഈ മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന തൊഴിലാളികളെയും പ്രതിസന്ധി ബാധിച്ചിട്ടുണ്ടെന്നും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ചേർത്തല യൂണിറ്റ് സെക്രട്ടറി വി അൻസാരി പറഞ്ഞു. ചേർത്തലയെ സംബന്ധിച്ച് ചേർത്തലയെ നമ്മൾ KHRയുടെ കീഴിൽ ഒരു 60ഓളം ഹോട്ടലുകളാണ്. അതിൽ 15ഓളം ഹോട്ടലുകൾ പൂർണ്ണമായിട്ടും അടച്ചു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് എത്രത്തോളം നാളിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതന്നെ ഞങ്ങൾ വളരെ സംശയത്തിലാണ് ഇരിക്കുന്നത്. വളരെ ദയനീയമാണ്. ആക്ച്വലി ഞങ്ങൾക്ക് ആഴ്ചയിൽ 25 സിലിണ്ടർ വേണ്ടതാണ്. 10 ദിവസം മുമ്പ് കിട്ടിയ സിലിണ്ടറാണ് ഞങ്ങൾ 10 ദിവസമായിട്ട് ഞങ്ങൾക്ക് ഒരു സിലിണ്ടർ പോലും കിട്ടുന്നില്ല. പല പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞെങ്കിലും നമുക്ക് കൊമേഴ്സ്യലായിട്ട് ഇതുവരെ അവർക്ക് പെർമിഷൻ കിട്ടിയില്ലെന്നാണ് ഈ ഗ്യാസ് ഏജൻസികൾ പറയുന്നത്. ഒരു സിലിണ്ടർ കിട്ടിയാലും നമുക്ക് വളരെ അഡ്ജസ്റ്റ് പോകാൻ പറ്റുന്നതായിരിക്കും. 10 ദിവസമായിട്ട് ഒരു സിലിണ്ടറും കിട്ടിയില്ല. മുൻനിര ഹോട്ടലുകൾക്ക് സമാനമാണ് ചെറിയ തട്ടുകടകളുടെയും അവസ്ഥ. ഗ്യാസ് സിലിണ്ടർ ലഭ്യമാകാത്തതിനാൽ നഗരത്തിലെ പല ചെറിയ ചായക്കടകളടക്കം അടച്ചുപൂട്ടിയ നിലയിലാണ്. വരും ദിവസങ്ങളിലും LPG ക്ഷാമം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ കോവിഡ് കാലത്തിന് സമാനമായ രീതിയിൽ ഹോട്ടൽ മേഖല പൂർണ്ണ സ്തംഭനത്തിലേക്കാവും എത്തുക. മരണപ്പെട്ട വർക്ക്ഷോപ്പ് ജീവനക്കാരന്റെ കുടുംബത്തിന് കൈത്താങ്ങുമായി വർക്ക്ഷോപ്പ് അസോസിയേഷൻ. വൈക്കം തലയോലപ്പറമ്പിൽ നടന്ന ചടങ്ങിൽ വെച്ച് 10 ലക്ഷം രൂപയുടെ സഹായമാണ് അസോസിയേഷൻ കുടുംബത്തിന് കൈമാറിയത്. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള തലയോലപ്പറമ്പ് യൂണിറ്റ് അംഗമായിരുന്ന അന്തരിച്ച കുമരംകോട്ടിൽ ഷാജിനാഥിന്റെ കുടുംബത്തിനാണ് സംഘടനയുടെ ലൈഫ് ലൈൻ പദ്ധതിയിൽ നിന്നും 10 ലക്ഷം രൂപ കുടുംബസഹായമായി നൽകിയത്. തലയോലപ്പറമ്പ് സംഘടനാ ഓഫീസിൽ നടന്ന ചടങ്ങിൽ വെച്ച് സംസ്ഥാന പ്രസിഡന്റ് KG ഗോപകുമാർ ഷാജിനാഥിന്റെ ഭാര്യ PM ജ്യോതിലക്ഷ്മിക്ക് തുക കൈമാറി. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് AR രാജൻ, തലയോലപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് വേലിക്കകം, പഞ്ചായത്ത് പ്രതിപക്ഷാംഗം അബ്ദുൾ സലീം, മെമ്പർമാരായ ശില്പ, സലീമ, മിനി ബെന്നി, അമ്പിളി മായൻ, തലയോലപ്പറമ്പ് യൂണിറ്റ് ഭാരവാഹികൾ, ഷാജിനാഥിന്റെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കൊൽക്കത്ത സ്ട്രീറ്റ് ഫുഡിന്റെ തനത് രുചിക്കൂട്ടുകളുമായി ചേർത്തലയിൽ കൽക്കട്ട സ്പെഷ്യൽ എഗ് റോൾ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. കൊൽക്കത്ത സ്ട്രീറ്റ് ഫുഡുകളിലെ പ്രധാനപ്പെട്ട വിഭവമായ എഗ് റോളുകൾ ഇനി ചേർത്തലക്കാരുടെ നാവിൻ തുമ്പുകളിലും രുചിയുടെ പുത്തൻ വൈബൊരുക്കും. സലീം ഭായിയുടെ കൊൽക്കത്ത സ്പെഷ്യൽ എഗ് റോളുകളിലൂടെ ചേർത്തല ഗാന്ധി ബസാറിൽ SBI ബാങ്കിന് സമീപമാണ് എഗ് റോൾ സെന്റർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. നഗരസഭാ ചെയർമാൻ S. സോബിൻ പുതിയ സംരംഭത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സലീം ഭായിയുടെ 18 വർഷമായി കേരളത്തിൽ സെറ്റിലായിട്ട് ബംഗാളിലാണ് നാട്, കൽക്കട്ടയിലാണ്, ബംഗാളിലാണ്. ഇപ്പോൾ ഇവിടെ പുതിയതായിട്ട് സലീം ഭായി കൽക്കട്ട സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് പ്രത്യേക ഒരു എഗ് റോൾ ബേക്കറി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ കഴിഞ്ഞത്. അപ്പോൾ എഗ് റോള് നമ്മുടെ ഷവർമയ്ക്ക് പകരമായി നമ്മുടെ തദ്ദേശീയമായി ഇപ്പോൾ വികസിപ്പിച്ചെടുത്ത സലീം ഭായി വികസിപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഷവർമേനേക്കാളും നല്ല രീതിയിലാണ് എനിക്ക് തോന്നിയത് ഇപ്പോൾ ഇത്. അപ്പോൾ എല്ലാവരും ഈ സംരംഭം സലീം ഭായി വിജയിപ്പിക്കട്ടെ. കൂടുതൽ ആളുകൾ സലീം ഭായിയുടെ ഈ സംരംഭത്തിലേക്ക് വരട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. എഗ് ചിക്കൻ റോൾ, ബീഫ് എഗ് റോൾ, പനീർ എഗ് റോൾ, പ്ലെയിൻ റോൾ എന്നിങ്ങനെ എഗ് റോളുകളുടെ വൈവിധ്യമാർന്ന രുചികളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നതെന്ന് സ്ഥാപന ഉടമയായ സലീം ഭായ് പറഞ്ഞു. നമ്മുടെ സ്പെഷ്യൽ ഐറ്റം കൽക്കട്ട സ്പെഷ്യൽ എഗ് റോൾ പിന്നെ അത് നമ്മുടെ ഫസ്റ്റ് സ്പെഷ്യൽ. അപ്പോൾ ചിക്കൻ എഗ് റോൾ, ബീഫ് എഗ് റോൾ, പനീർ എഗ് റോൾ, വെജിറ്റബിൾ എഗ് റോൾ, മട്ടൺ എഗ് റോൾ എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും വന്നിട്ട് കഴിച്ചിട്ട് നോക്കൂ എങ്ങനെ ഉണ്ട്. പക്ഷേ നല്ലപോലെ ചെയ്ത് തരാം എന്ന് നിങ്ങൾ വന്നിട്ട് നോക്കൂ. പിന്നെ എല്ലാം ഉണ്ട്. പനിപൂരി ഉണ്ട്, മസാല ചായ ഉണ്ട്, പിന്നെ ഫ്രഷ് ജ്യൂസും ഉണ്ട്, പിന്നെ കുറേ ഐറ്റംസും ഉണ്ട്. നിങ്ങളുടെ വന്നിട്ട് കഴിച്ച് നോക്കൂ. എഗ് റോളുകൾക്ക് പുറമെ പാനിപൂരി, മസാല ചായ, ചപ്പാത്തി ചിക്കൻ റോസ്റ്റ്, ചപ്പാത്തി ബീഫ് റോസ്റ്റ്, ഫ്രഷ് ജ്യൂസുകൾ തുടങ്ങിയവയും ഇവിടെ ലഭ്യമാകും. കേരള കോൺഗ്രസ് KTUCയുടെ തലയോലപ്പറമ്പ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും സമ്മേളനവും ചേർന്നു. കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് MLA സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. KM ഫ്രാൻസിസ് ജോർജ് MP, പാർട്ടി ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ, ജില്ലാ പ്രസിഡന്റ് ജെയ്സൺ ജോസഫ്, നിയോജകമണ്ഡലം പ്രസിഡന്റ് പോൾസൺ ജോസഫ്,
ജില്ലാ സെക്രട്ടറി CJ ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. പ്രത്യേകിച്ച് സാമ്പത്തിക ബന്ധങ്ങളിൽ ഒരു പുനഃക്രമീകരണം ആവശ്യമാണ്. അത് ഇന്ത്യയുടെ ഫെഡറൽ സ്വഭാവം, ജനാധിപത്യ ഫെഡറൽ വ്യവസ്ഥിതിക്ക് അനിവാര്യമാണ് എന്ന് പറഞ്ഞ പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ്. ഈ കാര്യങ്ങളിലൊക്കെ ഇന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് 7 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ നമ്മുടെ രാജ്യം എവിടെ നിൽക്കുന്നു എന്ന് വിലയിരുത്തിയാൽ എത്രയോ ദീർഘവീക്ഷണത്തോടുകൂടി, എത്രയോ ഉൾക്കാഴ്ചയോടുകൂടിയാണ് ഈ ആശയങ്ങൾ കേരള കോൺഗ്രസ് പ്രസ്ഥാനം 964 മുന്നോട്ട് വെച്ചത് എന്ന് നമ്മൾ അല്പം സാവകാശത്തോടുകൂടി ചിന്തിച്ചാൽ നമുക്ക് ബോധ്യമാണ്. ഈ പ്രശ്നങ്ങളെല്ലാം ഇന്ന് ഈ രാജ്യത്ത് സജീവമായി നിൽക്കുക. ഇവിടെ പ്രിയപ്പെട്ട ശ്രീ തോമസ് ഉണ്ണിയാടൻ പറഞ്ഞു, നമ്മുടെ സംസ്ഥാനത്തിന്റെ കടം, സാമ്പത്തിക ബാധ്യത എന്ന് പറയുന്നത് 6 ലക്ഷം കോടി കവിഞ്ഞിരിക്കും. നാടക് 3ാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി തലയോലപ്പറമ്പ് മേഖലാ സമ്മേളനത്തിന് തുടക്കമായി. വൈക്കം തലയോലപ്പറമ്പ് ഗവൺമെന്റ് UP സ്കൂളിൽ ഡോക്ടർ HSP നഗറിൽ നടന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി J. ശൈലജ ഉദ്ഘാടനം ചെയ്തു. യാഥാർത്ഥ്യവൽക്കരിച്ചുകൊണ്ടാണ്, അങ്ങനെയൊന്നില്ല. നമ്മുടെ സംഘടന നമ്മൾ കെട്ടിപ്പടുത്തത് ഇതിപ്പോ 3ാം സമ്മേളനത്തിലേക്ക് സ്വാഗത പ്രാസംഗികൻ പറഞ്ഞതുപോലെ 3ാം സമ്മേളനത്തിലേക്ക് പോവുകയാണ്. ഒരു കേവലം ഇപ്പോഴും പണിയെടുത്താൽ വരുമാനം കിട്ടും എന്ന് ഉറപ്പില്ലാത്ത കേരളത്തിലെ ഏക സംഘമാണ് നാടക. 3-4 മാസം റിഹേഴ്സൽ ചെയ്ത് പട്ടിണി കിടന്ന് നാടകമുണ്ടാക്കി കളിക്കാൻ അവസരം കിട്ടുമോ എന്നറിയാത്തവരാണ് നാടകക്കാർ. ശരിക്കും നാരായണത്ത് ഭ്രാന്തന്മാർ. ഉരുട്ടിക്കയറ്റും, താഴേക്ക് വീഴും, സ്വയം ചിരിക്കും, വീണ്ടും താഴെ ഇറങ്ങി വന്ന് ഉരുട്ടിക്കയറ്റും, താഴേക്ക് തള്ളിയിടും, ചിരിക്കും. എത്ര ഒന്ന് ആലോചിച്ച് നോക്കിയേ. പൊതുസമൂഹം മുഴുവനും നിഷ്ഫലത അല്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ലാത്ത പണിയെടുക്കുന്ന ഭ്രാന്തന്മാർ. നമുക്ക് അങ്ങനെ ഒരു ഐക്കണെ കിട്ടിയത് വളരെ സമാധാനമായി. നാരായണത്ത് ഭ്രാന്തൻ എന്നൊരു ഐക്കൺ, ഒരു കഥാപാത്രം നമ്മുടെ മിത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടു വഴമൊഴി പാട്ടുകളിൽ ഉണ്ടായി വന്നത് പന്തരുകുലത്തിന്റെ കഥയില്ല എന്നുള്ളത്, അത് നമുക്ക് വലിയ ആശ്വാസമായി നാടകക്കാർക്ക്. കാരണം നമുക്ക് മുന്നേ നടന്ന കുറെ ഭ്രാന്തന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. നാടക് മേഖലാ പ്രസിഡന്റ് ബാബുരാജ് വട്ടക്കാട് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി CK അജയൻ ID കാർഡ് വിതരണവും നിർവഹിച്ചു. സംഘടനാ റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി KS സോമശേഖരനും മേഖലാ റിപ്പോർട്ട് സെക്രട്ടറി KG ചന്ദ്രനും കണക്ക് MG ശ്രീകാന്തും അവതരിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് K രമേശൻ, ശിവപ്രസാദ് പെരുവ തുടങ്ങിയവർ സംസാരിച്ചു. ചരമവാർത്ത. പ്രമുഖ കോൺഗ്രസ് നേതാവും DCC ജനറൽ സെക്രട്ടറിയുമായിരുന്ന ജോണി തച്ചാറ നിര്യാതനായി. സംസ്കാരം പിന്നീട്. ചേർത്തല മുനിസിപ്പാലിറ്റി 14ാം വാർഡിൽ കാളികുളം ഇല്ലത്തുവെളി വീട്ടിൽ വേണുഗോപാൽ നിര്യാതനായി. 68 വയസ്സായിരുന്നു. സംസ്കാരം കാളികുളം ജംഗ്ഷന് തെക്കുവശമുള്ള വീട്ടുവളപ്പിൽ നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. All 140 assembly constituencies of Kerala shall also go for polling on 9th April, that is Thursday, and counting shall be on the same day, that is 4th May 2026. സംസ്ഥാനം തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. ഏപ്രിൽ 9 ജനം വിധിയെഴുതും. വോട്ടെണ്ണൽ മെയ് 4. പാർട്ടി വിട്ട G. സുധാകരനെതിരെ ബഹുജന പ്രക്ഷോഭവുമായി CPM. പറവൂരിൽ ബഹുജന റാലിയും പൊതുസമ്മേളനവും. അമ്പലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥിയെക്കുറിച്ച് നിലപാട് വ്യക്തമാക്കാതെ KC വേണുഗോപാൽ. എല്ലാം മാധ്യമങ്ങളോട് പറയാൻ കഴിയില്ലെന്ന് KC. പാചകവാതക ക്ഷാമത്തെ തുടർന്ന് ഹോട്ടൽ വ്യവസായം പ്രതിസന്ധിയിൽ. ചേർത്തലയിൽ 15ഓളം ഹോട്ടലുകൾ അടച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.